ഹായ്. ഇന്ന് നല്ല ഒരു കാമ്പ് കൊണ്ടുള്ള തോരൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. ചില സ്ഥലത്ത് ഇതിന് വാഴപ്പിണ്ടി എന്നാണ് പറയുന്നത്, നമ്മുടെ നാട്ടിൽ കാമ്പ് എന്നാണ് പറയുക. അപ്പോൾ ഞാനത് ഇതുപോലെ റൗണ്ടാക്കി മുറിച്ചെടുക്കുന്നുണ്ട്. ഇങ്ങനെ മുറിച്ചെടുക്കുന്ന സമയത്ത് ഇതിൻ്റെ നൂല് നമുക്ക് വിരലിന് ഇതേപോലെ ചുഴറ്റിയെടുക്കാൻ പറ്റും. അങ്ങനെയാകുമ്പോൾ ഇതിൻ്റെ ആ നാര് ഭാഗം അത് നമുക്ക് കുടുങ്ങാതെ കിട്ടും. ഈ കാമ്പ് എല്ലാം മുറിച്ചിട്ട് ഇതേപോലെ റൗണ്ടാക്കിയെടുത്ത് ഇനി നമ്മളിതിങ്ങനെ അട്ടി വെച്ചതിന് ശേഷമാണ് ചെറുതായിട്ട് മുറിച്ചെടുക്കണം. അങ്ങനെയാണ് നമ്മൾ വറവാക്കിയാൽ നല്ല കാണാനും അതുപോലെ എളുപ്പത്തിൽ വെന്ത് കിട്ടാനും എല്ലാം നല്ലത്. അപ്പോൾ ഞാനിതിങ്ങനെ ഒരു 6 or 7 വെച്ചിട്ട് നമ്മളെ കയ്യിൽ ഒതുങ്ങുന്ന പോലെ ഒരു അട്ടിയായിട്ട് വെച്ചിട്ടുണ്ട്. ഇനി വേഗം ഇതുപോലെ ചെറുതായിട്ട് മുറിച്ചെടുക്കണം. അപ്പോൾ ഈ കൈക്ക് ചുറ്റി വെച്ച ഈ നൂല് ഉണ്ടായാൽ നമുക്ക് ഇതുപോലെ മുറിച്ചിടുമ്പോൾ കൈ മുറിയാണ്ട് മുറിച്ചിടാനും പറ്റും. കാരണം ഇത് ചെറുതായി മുറിക്കുന്നതുകൊണ്ട് തന്നെ കൈക്ക് സപ്പോർട്ട് ചെയ്തിട്ടേ മുറിച്ചെടുക്കാൻ പറ്റുള്ളൂ. കാമ്പൊക്കെ വറുത്ത് നമുക്ക് കഴിക്കാൻ നല്ല ടേസ്റ്റും നല്ലതാണ്. പക്ഷേ ഇതുപോലെയൊന്ന് മുറിച്ച് റെഡിയാക്കിയെടുക്കാൻ കുറച്ച് മെനക്കെടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ എല്ലാം മുറിച്ച് ഞാൻ കഴുകി ഒരു പാത്രത്തിൽ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ ഒരു കുക്കറിലേക്ക് 1 കപ്പ് പരിപ്പ് ഇട്ട് കൊടുത്തിട്ട് വേവിച്ചെടുക്കുന്നുണ്ട്. നമുക്ക് ഈ പരിപ്പും ചേർത്തിട്ട് കാമ്പ് ഉണ്ടാക്കാം. പിന്നെ ഞാൻ കുറച്ച് കൊച്ച് ഉള്ളിയും അതുപോലെ വെളുത്തുള്ളിയും തൊലി കളഞ്ഞെടുത്തിട്ട് ഉണ്ട്. അത് നല്ല ചെറുതായി മുറിച്ചെടുത്തു. ഇനി നമുക്ക് വേഗം തന്നെ ഇത് റെഡിയാക്കി എടുക്കാം. ഇപ്പോൾ നല്ല ചൂടായതിന് ശേഷം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മുടെ ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ചൊന്ന് വാടി വന്ന സമയത്ത് നമുക്ക് ബാക്കി നമ്മളെ ചതച്ച് വെച്ച വെളുത്തുള്ളിയും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ നന്നായി ഒന്ന് മൂത്ത് വരണം. ഈ വെളുത്തുള്ളിയും അതുപോലെ ചുവന്നുള്ളിയും ഒക്കെ ഒന്ന് മൂത്ത് വരണം. പിന്നെ ആവശ്യത്തിന് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആദ്യം തന്നെ ചുവന്ന മുളക് ഇട്ട് കൊടുക്കേണ്ടതായിരുന്നു, ഞാനത് വിട്ടുപോയി. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഒരു ചുവന്ന മുളകും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഇതൊക്കെ നന്നായി വാടി വരുന്നുണ്ട്. ചെറുതായിട്ട് ചുവന്ന കളർ വരുന്ന സമയത്ത് ഉള്ളിയൊക്കെ മൂത്ത് വന്ന സമയത്ത് നമുക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ച കാമ്പ് ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് ചെറിയ തീയിൽ വേവിച്ചെടുക്കണം. നമ്മൾ കാമ്പിന് വെള്ളമൊന്നും ഒഴിച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല. കാമ്പിൽ തന്നെ നന്നായി വെള്ളം ഉണ്ടാവും. അതുകൊണ്ട് ഇതുപോലെ അമർത്തി തട്ടിപ്പൊത്തി വെച്ചിട്ട് അടച്ച് വെക്കാം. എന്നിട്ട് ഇടയ്ക്കൊന്ന് ഇളക്കി നോക്കിയാൽ മതി. അപ്പോഴേക്കും നമ്മുടെ കാമ്പ് റെഡിയായി വരും. പിന്നെ അതിന് വേണ്ട അരപ്പ് തയ്യാറാക്കാം. ഞാൻ കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട്. അതിലേക്ക് മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ട് ഒന്നിത് അരച്ചെടുത്തിട്ട് വരാം. നമ്മുടെ കാമ്പ് ഏകദേശം വേവ് ആയിട്ടുണ്ട്. നമ്മൾ ആദ്യം വെച്ചതിൽ നിന്നും കുറേ കുറഞ്ഞിട്ടുണ്ട്. ഇത് വെന്ത് വരുന്ന സമയത്ത് ഇതിൻ്റെ
പകുതിയായിട്ട് കുറയും. അപ്പോൾ പിന്നെ നമുക്ക് വെന്ത് വാങ്ങി വെച്ച പരിപ്പും കൂടി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നല്ലവണ്ണം ഇളക്കി യോജിപ്പിച്ച് വെച്ചതിന് ശേഷം നമ്മുടെ അരച്ച് വെച്ച തേങ്ങയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. ഇങ്ങനെയൊന്ന് ക്രഷ് ചെയ്തെടുത്തതാണ്, മഞ്ഞൾപ്പൊടി മാത്രം ചേർത്തിട്ട് അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് എല്ലാം കൂടി യോജിച്ച് വരുന്നത് വരെ നമുക്കൊന്ന് കുറച്ച് സമയം ഒന്ന് അടച്ച് വെച്ച് വേവിക്കാം. അപ്പോൾ നമ്മുടെ കാമ്പ് വറവ് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം.